ഗുരുവായൂരപ്പ ശരണം. ഈ വർഷത്തെ വിഷുവിനെ പറ്റിയിട്ടാണ്. വിഷു എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മളെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. കാരണം പുതിയ ഒരു പിറവിയിലേക്ക്, പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കണി കണ്ടുണരുന്നു എന്നുള്ളതാണല്ലോ. ഈ പ്രാവശ്യം സാധാരണഗതിയിൽ ഇടയ്ക്ക് മേടമാസം 1-ാം തീയതിയാണ് ഒട്ടുമിക്ക സമയങ്ങളിലും കാലങ്ങളിലും വിഷു ഉണ്ടാവാറ്. പക്ഷേ ഈ പ്രാവശ്യം 2-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പകലാണ് വിഷു സംക്രമം വരുന്നത്. അതായത് മേടം 1-ന് ആണ് വിഷു സംക്രമം. ഏകദേശം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ്, അതായത് ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയിലാണ്, ചതയം നക്ഷത്രത്തിലാണ് ഇക്കൊല്ലത്തെ മേടസംക്രമം നടക്കുന്നത്. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് സൂര്യോദയത്തിന് ശേഷം ആദിത്യ സംക്രമം വന്നതിലാണ് ഇപ്രാവശ്യം വിഷുക്കണിയും വിഷു ആഘോഷമൊക്കെ തൊട്ടടുത്ത ദിവസം, അതായത് ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് ആഘോഷിക്കുന്നത്. വിഷുവിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയിട്ട് അറിയാലോ. 2 ഐതിഹ്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ള. ഒന്ന്, ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്ന് അതിൻ്റെ ആഹ്ലാദ സൂചകമായിട്ട് ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന്, രാവണൻ്റെ തടവിലായിരുന്ന സൂര്യദേവൻ മോചിതനായിട്ട് നേരെ കിഴക്കുതിച്ചു തുടങ്ങിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് എന്നും. ഇതിനപ്പുറം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ രാവും പകലും ഒരേ തുല്യ സമയമാണ് എന്നുള്ളതാണ്. വിഷുവം എന്നാണ് അതിന് പറയുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വിഷുവും ആഘോഷിക്കുന്നത്. കാരണം ആ വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ അതിലത്തെ ദ്രവ്യങ്ങളും ഭഗവാനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഉണർവ്, ആ ഒരു വർഷം മുഴുവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഷു കണി കാണുന്നതും വിഷു ആഘോഷിക്കുന്നതും. ഗുരുവായൂരിലെ വിഷുക്കണി എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഒക്കെ, അതായത് അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാർ മണിമണ്ഡപത്തിൽ ഒരുക്കി വയ്ക്കും. വലിയ ഉരുളിയിൽ, പൊന്നുരുളിയിൽ നിലവിളക്കൊക്കെ വെച്ച് നല്ല എല്ലാ വിശിഷ്ട ഫലമൂലാദികളൊക്കെ വെച്ച് ഭഗവാനെ വെച്ച് കാണിക്കുന്നു. അതാണ് നമുക്ക് കാണുന്ന ആദ്യത്തെ വിഷു. പിന്നെ ഭഗവാന്റെ ശ്രീലകത്തും വിഷുക്കണി വയ്ക്കും. അങ്ങനെ 2 സ്ഥലത്തും വിഷുക്കണി വയ്ക്കും. അതെല്ലാം തലേ ദിവസം അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാരൊക്കെ ചേർന്നിട്ടാണ് വിഷുക്കണി ഒരുക്കുക. അതിലെല്ലാ തരം വാൽക്കണ്ണാടി, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം സമൃദ്ധമാണ്. അപ്പോൾ സമൃദ്ധമാവുമ്പോൾ എത്ര കണ്ട് കൂടുതലുണ്ടോ അതൊക്കെ നല്ലതാണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോഴും അതുപോലെ എത്ര കണ്ട് നല്ല പഴങ്ങൾ, എന്തൊക്കെ നല്ല നല്ല പുതിയ കോടി വസ്ത്രം, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ വെക്കാം. പുതിയതായിട്ടുള്ളതൊക്കെ നമുക്ക് വെക്കാം. കാരണം നമ്മളെ കണ്ണിന് നയന സുഖമാവണം. ഏറ്റവും കൂടുതൽ കണിക്കൊന്ന പ്രധാനമാണ്. കണിക്കൊന്ന ഇപ്പോൾ ഒക്കെ നേരത്തെ വിരിയൽ തുടങ്ങി. എന്നാലും സാധാരണഗതിയിൽ ഈ ഒരു സമയത്തോടനുബന്ധിച്ചായിരുന്നു കണിക്കൊന്ന വിരിഞ്ഞിരുന്നത്. അപ്പോൾ പ്രകൃതി പൊന്നണിഞ്ഞ് നിൽക്കുക എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. വാൽക്കണ്ണാടിയിൽ കണി വെച്ചതിന് ശേഷം അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ സ്വയം കണ്ടു കഴിഞ്ഞാൽ നമ്മളിലെ ദൈവത്തെ കൂടി കാണുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ വിഷുക്കണിയെല്ലാം ഒരുക്കി വെച്ച് പിറ്റേ ദിവസം, അതായത് മേടം 2 ഏപ്രിൽ 15-ാം തീയതി പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ദർശന സമയം. അതായത് കണി ദർശനം എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പോയി ദർശിക്കുക. അപ്പോൾ 2 സ്ഥലത്തും നോക്കി കാണുക എന്നുള്ളതാണ്. ഒന്ന് മണിമണ്ഡപത്തിലുണ്ട്, അതുകൂടാതെ ഭഗവാന്റെ ശ്രീലകത്തും ഉണ്ടാവും. അപ്പോൾ പോകുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക. നല്ല തിരക്കാവും, പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്കും നല്ലൊരു ഉത്സവമാണല്ലോ. അപ്പോൾ അത് കാരണം അതിനൊക്കെ അനുസരിച്ചിട്ട് വരിക. അത് കഴിഞ്ഞ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് നമുക്ക് വിഷു കൈനീട്ടം വാങ്ങാൻ കഴിയും. ഇത് കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ ദർശനം കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ മേൽശാന്തി താമസിക്കുന്ന അവിടേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ മേൽശാന്തി നമുക്ക് കൈനീട്ടം തരും. അത് നമുക്ക് ഈ വർഷം അവസാനം വരെ എത്ര കാലം വേണമെങ്കിലും വെക്കാം.
നമുക്കൊരു കൈനീട്ടം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ എന്താ പറയുക മഹത്തരമായതാണ്. അപ്പം അത് വാങ്ങാൻ ശ്രമിക്കുക. തിരക്കായിരിക്കും എന്നാലും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ തിരുമുമ്പിലെത്തിയിട്ട് വിഷുക്കണി ദർശിക്കാൻ കഴിയട്ടെ. കഴിയാത്തവർക്ക് ഇനി വിഷമിക്കേണ്ട. അവനവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ കണ്ട് വിഷുക്കണി കാണുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.